അതെ, ഒരു കുട്ടി വ്ളോഗായല്ലോ ഇത്. ഒരു വിഷമൊന്നും അടിക്കാത്ത വീട്ടിൽ തന്നെ പപ്പ നട്ട് വളർത്തി കായുണ്ടായി. നമ്മുടെ ഏത്തൻ കായാണ് അത്. എന്തായാലും അവിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അവിക്കാനായിട്ട് തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ തേങ്ങയ്ക്കൊക്കെ എന്ത് വിലയാണ് ദൈവമേ. അപ്പം നമ്മൾ കട്ടനൊക്കെ ഇട്ട് കായൊക്കെ ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് എപ്പോഴും കണ്ടു പരിചയമുള്ള സ്ഥലമാണ്. അതെ, നമ്മൾ കാന്താരി മുളക് പൊട്ടിക്കാനായിട്ട് പോവാണേ, നമ്മുടെ കായ്ക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. ഞാൻ എന്താ പോയപ്പോൾ ഒരെണ്ണം മഴയത്തിങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം എനിക്ക് എളുപ്പമായല്ലോ, നുള്ളി പറിച്ചെടുക്കണ്ടല്ലോ. ഇത് ഞങ്ങളുടെ ഇവിടെ ആനമുന്തിരി എന്ന് പറയേ. ഞങ്ങളുടെ കളയിലല്ല, അടുത്ത വീട്ടിലാണ്. നല്ല അയൽക്കാലുണ്ടാവുന്നത് നല്ലതാണല്ലേ. ഇവിടെ ആൻറ്റി അവളയിൽ എന്തുണ്ടായാലും ഞങ്ങൾക്ക് തരും കേട്ടോ. മുളകും ഈ മുന്തിരിയും നമ്മുടെ ഇരുമ്പമ്പുളി ചേമ്പയ്ക്ക എല്ലാം അവിടെ ഉള്ളതാണ്. നമുക്ക് ഇഷ്ടത്തിന് പോയി പറിക്കാം കേട്ടോ. അപ്പോൾ നല്ല അയൽക്കാരും നല്ല ഫ്രണ്ട്സും ഒക്കെ നമ്മുടെ നല്ല ബ്ലെസ്സിങ്സ് ആണ്. അപ്പം നമ്മുടെ കായും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. കട്ടനൊക്കെ ഇട്ട് ഞങ്ങളുടെ ടീ ടൈമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.